മറ്റൊരു വാർത്ത ആലുവയിൽ നിന്ന് വരുന്നത് പഴങ്ങനാട് പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് കത്തി നശിച്ചു എന്നതാണ്. കടുത്ത ചൂട് തീപിടുത്തത്തിന് കാരണമാകാം എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഒട്ടേറെ വാഹനങ്ങൾ സമീപത്തുണ്ടായിരുന്നുവെന്നും വിവരമുണ്ടല്ലോ. അപ്പോൾ എന്താണ് ലാൽ അതിൽ സംഭവിച്ചിരിക്കാം എന്ന് സാധ്യതയുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കടുത്ത ചൂടിനെ തുടർന്ന് ഇങ്ങനെ വാഹനങ്ങൾക്ക് തീപിടിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. ഒരുപക്ഷെ അത് കാരണമാകുന്നുണ്ടോ? അനുഷ പറഞ്ഞ പോലെ ഇത് കേട്ടിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഇത് അവിശ്വസനീയമായ ഒരു കാര്യം കൂടിയാണ് എന്നുള്ളതാണ് മറ്റൊന്ന്. അതായത് ഒരു ബൈക്കിന് പെട്ടെന്ന് തീപിടിക്കുക, ഒരു വാഹനത്തിന് പെട്ടെന്ന് തീപിടിക്കുക, അതും ചൂടിന്റെ കാഠിന്യത്താൽ എന്ന് പറയുന്നത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. പക്ഷേ ഇത് പഴങ്ങനാട് ഒരു ആശുപത്രിയുടെ പാർക്കിങ്ങിന് സമീപത്തുള്ളൊരു പ്രദേശമാണ്. തൊട്ടടുത്തെല്ലാം വാഹനങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് പെട്ടെന്ന് തീ പിടിച്ചത്. വാഹനത്തിന്റെ സീറ്റിൽ നിന്ന് ആദ്യം പുകയുരുകയും അത് കത്തുകയുമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ പറഞ്ഞതായിട്ട് അറിയാൻ കഴിയുന്നത്. ടയർ പൊട്ടെന്ന് സീറ്റ് കത്തുന്നു, അതിന് തൊട്ട് പിന്നാലെ വാഹനം പൂർണ്ണമായി കത്തുന്ന രീതിയിലേക്ക് മാറുന്നു. മറ്റ് വാഹനങ്ങളിലേക്ക് തീ പിടിക്കാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി എന്നുള്ളത് മാത്രമാണ്. സാധാരണഗതിയിൽ ഷോർട്ട് സർക്യൂട്ട് അടക്കമുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, സാങ്കേതിക തകരാറ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് വാഹനങ്ങൾക്ക് തീ പിടിക്കാറുള്ളത്. ഇതും ഒരു വാഹനത്തിന് പെട്ടെന്നുണ്ടായ തീപിടുത്തത്തിനുള്ള കാരണം, അതും ഒരു കൂട്ടം വാഹനങ്ങളിരിക്കുമ്പോൾ അതിൽ ഒരു വാഹനത്തിന് മാത്രം പെട്ടെന്ന് തീ പിടിക്കാനുണ്ടായ കാരണം എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. എന്നാലും ഇത് ശാസ്ത്രീയമായി പരിശോധിക്കുന്നുണ്ട്. സംഭവത്തിൽ ചൂട് കൂടിയതുകൊണ്ടാണ് തീ പിടിച്ചത് എന്നുള്ള അനുമാനത്തിലാണ് നിലവിലുള്ളത്. പക്ഷെ അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാനും സാധിക്കുന്നതല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.